ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷൻ കെ വി മനോജ് കുമാർ കൂടി ഇവിടേക്ക് ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട്. അദ്ദേഹം കൂടി ഒന്ന് പ്രതികരിക്കുകയാണ്. സാറേ, ഇതുപോലൊരു നിമിഷം ആരും ആഗ്രഹിക്കുന്നതല്ല. ഇങ്ങനൊരു 10ാം ക്ലാസ്സുകാരൻ്റെ അതിദാരുണമായ മരണസ്ഥലത്തൊക്കെ വരുമ്പോൾ എന്താണ് പറയാൻ? തീർച്ചയായും ഞാൻ രാവിലെ പത്രപ്രവർത്തകർ എന്നെ സമീപിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്, ഞെട്ടലുളവാക്കുന്നൊരു വിഷയം കൂടിയാണ്, ഒരു സംഭവം കൂടിയാണ്. തീർച്ചയായും ഞങ്ങൾ ഇതിൻ്റെ ഈ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാനും അത് പരിഹരിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. ഞങ്ങൾ ഇപ്പോഴും തന്നെ അതിൻ്റെ തുടക്കം കുറിച്ചതായിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ കമ്മീഷൻ മീറ്റിങ്ങിൽ പ്രത്യേകമായിട്ട് തീരുമാനമെടുത്തു ഈ പഠനം നടത്താൻ വേണ്ടിയിട്ട് ഈ മേഖലയെക്കുറിച്ച്, ഈ കുട്ടികൾ തമ്മിലുള്ള സംഘർഷങ്ങളെക്കുറിച്ച്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതിൽ തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നതിൻ്റെ അകത്ത് യാതൊരു പുതുമയില്ല, അന്നും ഇന്നും എപ്പോഴും. പക്ഷേ നഞ്ചക്കൊക്കെ എടുത്ത് കുറച്ച് കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് സ്കൂൾ അന്തരീക്ഷം സന്തോഷകരമായ ഒരു അന്തരീക്ഷമായിട്ട് മാറണം. റാഗിങ് അതുപോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കണം. കുട്ടികൾ തമ്മിൽ നല്ല സൗഹാർദ്ദമുണ്ടായിരിക്കണം. ഇതൊക്കെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനനുസൃതമായ നടപടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. നഞ്ചക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഷഹബാസിൻ്റെ വലത് ചെവിയുടെ മുകളിലായി തലയോട്ടി പൊട്ടി എന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയത്. അല്ല, അതാണിപ്പോൾ പരിശോധിക്കേണ്ടത്. അതിൽ കുട്ടികൾക്ക് പുറമേ നിന്നുള്ള സഹായങ്ങൾ ലഭ്യമായിട്ടുണ്ടോ എന്നുള്ള കൂടെ പരിശോധിക്കണം. ഞാനതാണ് പോലീസോട് പറഞ്ഞിട്ടുണ്ട്. വളരെ ഗൗരവപൂർവ്വം ഈ പ്രശ്നത്തെ സമീപിക്കണമെന്നും പരിശോധിച്ച് നടപടിയെടുക്കണമെന്നും കൂടെ പോലീസോട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മനോനിലയിലൊക്കെ കാര്യമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, കോവിഡിന് ശേഷം വന്നിട്ടുള്ളൊരു പ്രശ്നമാണ്. മൊബൈൽ അഡിക്ഷൻ്റെ ഒരു വിഷയമുണ്ട്. നമ്മുടെ ഗാഡ്ജറ്റിൻ്റെ ഉപയോഗത്തെക്കുറിച്ചുള്ള പ്രശ്നങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ സിനിമകളുടെ ഒരു സ്വാധീനമുണ്ട്. വിവിധ തരത്തിലുള്ള സ്വാധീനങ്ങളാണ് ഈ മനസ്സിനെ ഈ തരത്തിൽ മാറ്റിയിട്ടുള്ളത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഒരു മാറ്റം വരുന്നതിന് എന്തായാലും അടിത്തട്ടിൽ തന്നെയുള്ളൊരു അല്ലേ, വീടുകളിൽ നിന്ന് ആരംഭിക്കണം. വീടുകളിൽ നിന്ന് ആരംഭിച്ചേ മതിയാവും. എന്താണ് കുട്ടികൾ സ്നേഹവും സമൂഹത്തിലുള്ള പ്രശ്നങ്ങളും ഒക്കെ അവർ മനസ്സിലാക്കി തുടങ്ങേണ്ടതുണ്ട്. അത് വീടുകളിൽ നിന്ന് ആരംഭിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരു പദ്ധതി തീർച്ചയായും തയ്യാറാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഓൾറെഡി കുടുംബശ്രീക്ക് ഗുഡ് പാരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് എല്ലാ ജില്ലകളിലും. ഇപ്പോൾ എന്തായിരിക്കണം പാരൻറ്റിങ് എന്ന് പോലും ഇവർ മനസ്സിലാക്കിയിരിക്കണം രക്ഷിതാക്കൾ. കുട്ടികളെ അതിനനുസരിച്ച് വളർത്തുകയും വേണം. എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കുന്ന ആളുകളായിട്ട് രക്ഷിതാക്കൾ മാറരുത്. എല്ലാ പ്രയാസങ്ങളും അറിയിച്ചുകൊണ്ട് വേണം കുട്ടികളെ വളർത്താനെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇങ്ങനൊരു പഠനമൊക്കെ നടത്തുന്ന സമയത്ത് മൊബൈൽ അഡിക്ഷൻ, സിനിമയൊക്കെ ഫാക്ടറായി വരുന്നു എന്നുള്ളതാണ്. അതെ, തീർച്ചയായും എല്ലാ ഫാക്ടറും ഉണ്ട്. ഒരു ഫാക്ടർ മാത്രമല്ല, സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് കുട്ടികൾ. ആ കുട്ടികളിൽ ഇങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളും വിഷയങ്ങളും കുട്ടികളിലും ഉണ്ടാവും. അപ്പോൾ സമൂഹം കുറേയും കൂടെ മാറേണ്ടതുണ്ട്. അതിനൊപ്പം കുട്ടികളെയും മാറ്റിയെടുക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് നാളത്തെ ഒരു നല്ല സമൂഹം സൃഷ്ടിക്കാൻ വേണ്ടി കഴിയൂ. ആവർത്തിക്കരുത്. ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷൻ്റെ പ്രതികരണമാണ്. അദ്ദേഹവും ഇവിടെ ഷഹബാസിൻ്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വന്നതാണ്. കുട്ടികളുടെ മനോനിലയിൽ പ്രത്യേകിച്ചും കോവിഡിന് ശേഷം വന്ന മാറ്റങ്ങൾ ഇതൊക്കെ ഒരു റിപ്പോർട്ട് എന്ന വണ്ണം ബാലാവകാശ കമ്മീഷൻ തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹവും പറഞ്ഞത്. നമുക്ക് ചുറ്റുപാട് നോക്കുമ്പോൾ ഷഹബാസിൻ്റെ സുഹൃത്തുക്കളെയും നാട്ടുകാരെയും അയൽവാസികളെയും ഒക്കെയാണ് കാണാൻ കഴിയുന്നത്. അധ്യാപകരുമുണ്ട്. നമ്മളോട് നേരത്തെ സംസാരിച്ച HM പ്രിൻസിപ്പളും അടക്കം ലിറ്റിൽ MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരുമെല്ലാം തന്നെ ഒരു ഭാഗത്തുണ്ട്. എല്ലാവരും കണ്ണീരോടെയാണ്. ഷഹബാസിനി വളരെ കുറച്ച് സമയം മാത്രമേ ഷഹബാസിൻ്റെ ഭൗതികദേഹം ഈ ഭൂമിയിലുള്ളൂ. ഇപ്പോൾ സമയത്തിനകം ഖബർസ്ഥാനിലേക്ക് എടുക്കും. ഖബറിടത്തിൽ സംസ്കാരവും നടക്കും. രതീഷ്, ഷഹബാസിൻ്റെ മൃതദേഹം അവസാനമായി ഒരു നോക്ക് കാണാൻ 100 കണക്കിന് പേരാണ് അവിടേക്ക് എത്തിയത്. മതപരമായ ചടങ്ങുകൾ പൂർത്തീകരിക്കുന്നു. അല്പസമയത്തിനകം ഖബറടക്കും. അവിടെ നിന്നുള്ള വിവരങ്ങളാണ് രാഹുൽ KVയും മുഹമ്മദ് ഷഹീദും നൽകിക്കൊണ്ടിരിക്കുന്നത്.